വിശദമായ വാർത്തകൾ നോക്കാം. ജനവിധി അന്തിമഘട്ടത്തിൽ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി അടക്കം 57 മണ്ഡലങ്ങളാണ് ബൂത്തിലെത്തുന്നത്. ഒഡീഷയിലെ 42 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും ഇന്ന് നടക്കും. ഉഷ്ണതരംഗത്തിനിടെയാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ഉഷ്ണതരംഗം അതിശക്തമാണ് ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ. അതിനിടെയാണ് ഇപ്പോൾ ഈ വോട്ടെടുപ്പ് കൂടി വരുന്നത്. പ്രധാനമന്ത്രിയുടെ മണ്ഡലമടക്കം നിർണായക മണ്ഡലങ്ങൾ വോട്ടെടുപ്പ് ഇന്ന് നടത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ടല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ പോളിംഗ് ശതമാനം കുറയാനുള്ളൊരു സാധ്യതയുണ്ടോ? എന്തായാലും വോട്ടെടുപ്പിനായിട്ടുള്ള ഒരുക്കങ്ങൾ അത് എങ്ങനെയാണ്? പ്രവിധ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട പ്രശ്നം ഉഷ്ണതരംഗം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് ഈ ഉഷ്ണതരംഗം തന്നെയാണ്. ഇന്നലെ രാജസ്ഥാൻ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ദേശീയ ദുരന്തമായിട്ട് ഈ ഉഷ്ണതരംഗത്തെ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. ഒരു ദേശീയ ദുരന്തം പ്രഖ്യാപിക്കുന്ന സമയത്ത് കൈക്കൊള്ളേണ്ടി വരുന്ന നടപടികളൊക്കെ പരിഗണിച്ചാൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ഇന്ന് അടക്കമുള്ള ദിവസങ്ങളിൽ ഈ ദേശീയ ദുരന്തം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജസ്ഥാൻ ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ആ കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് കക്ഷിയൊന്നും അല്ലെങ്കിൽ പോലും ആ വിധി വന്ന പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങൾ അവലോകനം ചെയ്തിരുന്നു. ആ വിധിയുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ ഇന്ന് എല്ലാ മണ്ഡലങ്ങളിലും ബൂത്തുകളിലും ഉണ്ടാകണം എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇന്നലെ രാത്രി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ബൂത്തുകൾക്ക് മുന്നിലുള്ള നീണ്ട ക്യൂ ആണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരത്തിലുള്ള ക്യൂകളിൽ നിൽക്കുന്നവർക്ക് ഇരിക്കാനായിട്ട് വിശ്രമിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം. അത് നേരിട്ട് വെയിലേൽക്കാത്ത വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയാകണം ആ സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടത്. വെള്ളം ആവശ്യത്തിന് നൽകണം. മാത്രമല്ല ഒരു അടിയന്തര സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നത് പരിഗണിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള വൈദ്യസഹായം അടക്കമുള്ളവ നൽകേണ്ട ഒരു സാഹചര്യത്തിലാണ് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 40ഓളം പേരാണ് ഇന്നലെ മാത്രം ഈ ഉഷ്ണതരംഗത്തിന്റെ ആഘാതത്തിൽ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പലരും ഈ വോട്ട് ചെയ്യാനെത്തിയ നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ പലയിടങ്ങളിലും ദേഹാസ്വാസ്ഥ്യമുണ്ടായി കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും ഒഴിവാക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ഉഷ്ണതരംഗത്തെ നേരിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് 7 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. BJPയെ സംബന്ധിച്ച്, ഭരണകക്ഷിയായിട്ടുള്ള BJPയെ സംബന്ധിച്ച് ഉത്തർപ്രദേശിലെ അവരുടെ ശക്തി കേന്ദ്രം എന്ന് പറയാവുന്ന പൂർവാഞ്ചൽ മേഖല, ആ പൂർവാഞ്ചൽ മേഖലയാണ് ഇന്ന് ബൂത്തിലെത്തുന്നത്. ആകെയുള്ള സീറ്റുകളിൽ, മത്സരം നടക്കുന്ന സീറ്റുകളിൽ എല്ലാം നിലനിർത്തുക എന്നുള്ളത് BJPയുടെ ഇപ്പോഴത്തെ ലക്ഷ്യമാണ്. എന്നാൽ ഇവിടങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള പ്രചരണം നടത്തി ഈ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളത് ഇന്ത്യ മുന്നണിയുടെ ആവശ്യമായി നിൽക്കുന്നു. അതുകൊണ്ട് അവരും ആ വിധത്തിലാണ് പ്രചരണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. ആളുകളെ ബൂത്തുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടലും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് തന്നെ നേരിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത. പഞ്ചാബ് അടക്കമുള്ള മേഖലകളിലും ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. രാവിലെ 7 മണി മുതൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ ശക്തമായിട്ട് ജനങ്ങളെ ആ ബൂത്തിലേക്ക് എത്തിപ്പിക്കാൻ, ഈ ഉഷ്ണതരംഗം ഉണ്ടെങ്കിലും അതിന് പകരം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ബൂത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കും രാഷ്ട്രീയ പാർട്ടികൾ നടത്തുക. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിച്ചാൽ 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ, 7 ഘട്ടങ്ങളിലായിട്ട് നടന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിച്ചു കഴിഞ്ഞാൽ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കാത്തിരിക്കും രാജ്യം. അതിനുശേഷം ഈ 2 മുന്നണികളും അവരവരുടേതായിട്ടുള്ള പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യ മുന്നണി അവരുടെ യോഗം ചേരുന്നുണ്ട്. കെജ്രിവാളിന് നാളെ ജയിലിലേക്ക് മടങ്ങിയെത്തണം. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യ മുന്നണിയുടെ യോഗം ഇന്ന് ചേരുന്നത്. ആ യോഗത്തിൽ എന്തൊക്കെ നയപരിപാടികൾ വേണം, എങ്ങനെയായിരിക്കണം തന്ത്രങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങളെ ആണ് വിലയിരുത്തുക. മാത്രമല്ല
ഇന്ത്യ മുന്നണിയിലെ ചില ഘടകകക്ഷികളെ തങ്ങളുടെ ക്യാമ്പിൽ എത്തിക്കാനായിട്ട് NDA കഴിഞ്ഞ ദിവസങ്ങളിൽ അണിയറ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന് വളരെ കൃത്യമായിട്ട് അറിയാം. ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ യോഗത്തിന് അനുബന്ധമായിട്ടുള്ള തീരുമാനവും. ഈ യോഗത്തിൽ മമതാ ബാനർജി എത്തുന്നില്ല. മമതാ ബാനർജി അക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അവർക്ക് തെരഞ്ഞെടുപ്പ് തിരക്കുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി രാധാകൃഷ്ണൻ. എന്തായാലും മുന്നണികൾ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തുമ്പോൾ മറ്റൊരു വശത്ത് അതികഠിനമായ ചൂടിനിടെയാണ് ഈ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കടക്കം ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു കാര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഇന്നത്തെ വോട്ടിംഗിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക. ഇതേക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 3:30 ധ്യാനം അവസാനിപ്പിക്കുന്ന മോദി കന്യാകുമാരിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്ക് തിരിക്കും. അവിടെ നിന്ന് സ്വന്തം മണ്ഡലമായ വാരാണസിയിലേക്കാണ് മോദി പോവുക. 45 മണിക്കൂർ നീണ്ട ധ്യാനം മെയ് 30 വ്യാഴാഴ്ചയാണ് മോദി തുടങ്ങിയത്. വിവേകാനന്ദ പാറയിലെ ധ്യാന മണ്ഡപത്തിൽ നിരാഹാര വ്രതമനുഷ്ഠിച്ചായിരുന്നു ധ്യാനം. അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ പ്രധാനമന്ത്രി ധ്യാനത്തിന് പോയതിനെ വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു. DGP ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് യോഗം ഇന്ന് കോഴിക്കോട് നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധി ദിനത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യും. വടകരയിലെ രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകമായി വിലയിരുത്തും. DYSP മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. പന്തിരങ്കാവ് കേസ് അന്വേഷണം ഉൾപ്പെടെ പോലീസ് സമ്മർദ്ദത്തിലായ കേസുകളും ചർച്ച ചെയ്യും. ഇന്റലിജൻസ് മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് യോഗം. ADGP MR അജിത് കുമാറും യോഗത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ടേക്ക് എത്തും. ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഇന്നലെ പെയ്തത് കനത്ത മഴ. കനത്ത മഴയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉയർന്നു. തൊടുപുഴ പുളിയന്മല സംസ്ഥാനപാതയിൽ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ യാത്രയ്ക്ക് നിയന്ത്രണം തുടരുകയാണ്. മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് മൂലമറ്റം താഴ്വാരം കോളനിയിൽ തോടുകൾ കരകവിഞ്ഞൊഴുകി. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും അശ്വിൻ പരാഴി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. രാഹുൽ, ഈ മഴക്കാലം എത്തുമ്പോൾ അതീവ ജാഗ്രതയാണ് മലയോര മേഖലകളിൽ ഉള്ളവർ പുലർത്തേണ്ടത്. പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ പോലെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഇടുക്കിയിൽ എങ്ങനെയാണ് മഴയുടെ സാഹചര്യം? ഒപ്പം തന്നെ രാത്രി യാത്രാ നിരോധനമുണ്ട്. ഇവിടേക്കുള്ള മറ്റ് എവിടേക്കൊക്കെയാണ് ഈ പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രവിധ, നിലവിൽ വീണ്ടും തൊടുപുഴ ഭാഗത്ത് മഴ പെയ്തു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ ഇന്നലെ വൈകിട്ട് ഇടിഞ്ഞു വീണ മണ്ണ് ഭാഗികമായിട്ടാണ് നീക്കിയിരിക്കുന്നത്. താൽക്കാലികമായി എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ പോകേണ്ട വാഹനങ്ങൾ മാത്രമാണ് അതുവഴി ഇപ്പോൾ കടത്തിവിടുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇനിയും മണ്ണിടിയാൻ സാധ്യതയുള്ളതുകൊണ്ട് കർശന യാത്രാ നിയന്ത്രണം ഈ പ്രദേശത്തൂടെ, അതായത് ഈ സംസ്ഥാന പാതയിലൂടെ ജില്ലാ കളക്ടർ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇതിലെ പോകുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. മാത്രമല്ല ഈ മലങ്കര ഡാമിന്റെ, നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മലങ്കര ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. തൊടുപുഴ മൂവാറ്റുപുഴ ആറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള കർശന നിർദ്ദേശവുമുണ്ട്. കാരണം മഴ ശക്തമായി വരികയാണ്, നീരൊഴുക്ക് ശക്തമായി തന്നെ കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷട്ടറുകളുടെ അളവ് 1 മീറ്ററിൽ നിന്ന് 2 മീറ്ററായി ഉയർത്താനുള്ളൊരു തീരുമാനവും അല്ലെങ്കിൽ അത്തരമൊരു നിർദ്ദേശവും ജില്ലാ കളക്ടർ അനുമതിയായി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും കൂടുതൽ അളവിലേക്ക് ജലം തൊടുപുഴ ആറിലേക്ക് ഒഴുക്കാം. അത് മൂവാറ്റുപുഴ ആറിലേക്കാണ് ചെല്ലുകയും ചെയ്തത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും ഈ തീരത്തുള്ളവർക്ക് ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും വീണ്ടും ഇടുക്കിയിൽ മഴ തുടങ്ങിയിരിക്കുന്നു. ഹൈ റേഞ്ചിലും മലയോര മേഖലയിലും ഒക്കെ ഇപ്പോഴും ഇടവിട്ട് ശക്തമായി മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവിധ, ശരി, ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങളാണ് രാഹുൽ വിജയൻ നൽകിയത്. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, കൊച്ചിയിലും ഇടവിട്ട മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇന്നലേക്ക്. എന്താണ് നിലവിലെ സാഹചര്യം? വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. വെള്ളം ഇറങ്ങിയോ അതോ വെള്ളം കൂടിയോ? പ്രവിധ, കാലവർഷം വന്നതിന് പിന്നാലെ ഇന്നലെ കൊച്ചിയിൽ അതിതീവ്ര മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം രാത്രിയോടുകൂടിയാണ് വീണ്ടും മഴ ശക്തിപ്പെട്ടത്. ആ മഴ ഇപ്പോഴും തുടരുകയാണ്. പുലർച്ചയ്ക്ക് വലിയ മഴയാണ് ഉണ്ടായിരുന്നത്. ഒപ്പം മഴയ്ക്ക് പുറമെ ശക്തമായ ഇടിമിന്നൽ കൂടി കൊച്ചിയുടെ പല പ്രദേശങ്ങളിലും രാവിലെ ഉണ്ടായിരുന്നു. കൊച്ചിയിൽ മാത്രമല്ല, എറണാകുളം ജില്ലയിൽ പരക്കെ രാവിലെ പുലർച്ചെ മുതൽ മഴ ലഭിക്കുന്നുണ്ട്. പശ്ചിമ കൊച്ചിയിലായാലും ജില്ലയുടെ മലയോര മേഖലയായ കോതമംഗലം, മൂവാറ്റുപുഴ അടക്കമുള്ള പ്രദേശങ്ങളിലും പുലർച്ചെ അതിശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ആ മഴയുടെ ശക്തിക്കല്പം കുറവ് വന്നിട്ടുണ്ട്. എന്തായാലും ഈ മഴ, രാവിലത്തെ ഇടിമിന്നലൊക്കെ കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ലഘു മേഘവിസ്ഫോടനം ഉണ്ടായതിന് സമാനമായ രീതിയിലുള്ള അതിശക്തമായ ഇടിമിന്നലായിരുന്നു കൊച്ചി അടക്കമുള്ള പല പ്രദേശങ്ങളിലും
ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ മഴ ശക്തിപ്പെട്ടേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വീടുകളിൽ വെള്ളം കഴിഞ്ഞ ദിവസം കയറിയിടങ്ങളിലൊക്കെ തന്നെ ആളുകൾ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കയറിയ വെള്ളം ഇന്നലത്തോടുകൂടി മാത്രമാണ്. ഇന്നലെ രാവിലെയൊക്കെയാണ് ആളുകൾ ശുചിയാക്കി തുടങ്ങിയത്. വീണ്ടും ഒരു മഴയിലേക്ക് എത്തിയാൽ ആ വീടുകളെല്ലാം വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പുലർച്ചെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ അത് നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസം. പ്രവിധ. ശരി, കൊച്ചിയിലും മഴ തുടരുകയാണ് എന്നാണ് അശ്വിൻ പാലാഴി നൽകുന്ന വിവരം. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് അരികെ ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഇതിന്റെ ഫലമായി കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അടുത്ത 7 ദിവസത്തേക്ക് ഇടിമിന്നലോട് കൂടിയ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. നാളെ 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. ഈ ജില്ലകൾ കൂടാതെ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ കടൽ പ്രക്ഷുബ്ധമാകുമെന്നും മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശമുണ്ട്. ഡൽഹിയിൽ പൊടിക്കാറ്റും ഇടിമിന്നലും പ്രവചിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പുറത്തിറങ്ങുന്നവർ തികഞ്ഞ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഡൽഹിയിൽ ശരാശരി താപനില 45.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. നാഗ്പൂരിൽ താപനില 56 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി. എന്നാൽ ഇക്കാര്യം സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഉഷ്ണതരംഗത്തെ തുടർന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സർക്കാർ ജീവനക്കാർ കൂട്ടവധിയിൽ പ്രവേശിച്ചു. IT അടക്കമുള്ള മേഖലകളെയും ഉഷ്ണതരംഗം ബാധിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗത്തിൽ 33 പേർ കൂടി മരിച്ചു. ഇന്ന് വോട്ടിംഗ് നടക്കുന്ന മണ്ഡലങ്ങളിൽ കനത്ത ചൂടിനെ നേരിടാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത്. മഴ ശക്തമായതോടെ കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശമായ ആർപ്പൂക്കരയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. 4 തോട് ഭാഗത്ത് താമസിക്കുന്നവർക്കാണ് ദുരിതം കൂടുതൽ. മഴ തുടങ്ങിയപ്പോൾ മുതൽ വെള്ളം കയറിയ റോഡ് ഇപ്പോഴും സഞ്ചാരയോഗ്യമായിട്ടില്ല. വേനൽ മഴ തുടങ്ങിയപ്പോൾ തന്നെ ആർപ്പുക്കരയിലെ 4 തോട് ഭാഗത്ത് വെള്ളം കയറി തുടങ്ങി. പിന്നെ ഉരുൾപൊട്ടിയ വെള്ളം മീനച്ചിലാറ്റിലൂടെ ഒഴുകിയെത്തി ഇവിടെയുള്ള വീടുകളിൽ കയറി നിറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടും ആ വെള്ളം ഇറങ്ങിപ്പോയിട്ടില്ല. എല്ലാ വർഷവും ഇതേ അവസ്ഥയിൽ താമസിക്കേണ്ട ഗതികേടാണ് ഇവിടെയുള്ളവർക്ക്. വ്യാപകമായി കൃഷിനാശവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 5 മാസത്തോളം ഈ അവസ്ഥ തന്നെയാണ് ഞങ്ങൾക്ക്. ഈ ഇത്രയും വെള്ളത്തിൽ തന്നെ ഇപ്പൊ വർഷം തുടങ്ങിയതേ ഉള്ളല്ലോ. തുടങ്ങിയപ്പോൾ ഈ പരിപാടി കൃഷിയൊക്കെ ഇവിടെ ഏത്തവാഴയാണ് പോയിരിക്കുന്നത്. നമ്മുടെ മറ്റുള്ള നെൽകൃഷിയൊക്കെ എടുത്തു പോയി. ഈ ഏത്തവാഴ ഇവിടെ ഉണ്ടായിരുന്ന ഏത്തവാഴകളായ ഏത്തവാഴകൾ മുഴുവൻ പോയി. ഇത് എല്ലാ വർഷവും ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതം. ഇത് പ്രായം ചെന്നിട്ട് അവരെയൊക്കെ കൊണ്ട് അന്യ സ്ഥലത്ത് കൊണ്ടാക്കിയിരിക്കുക. വീടിന്റെ അകത്ത് തന്നെയാണ് ഇത്രയും വെള്ളമുണ്ട്. ആൾക്കാരെ മാറ്റും. വെള്ളം വരുമ്പോഴത്തേക്ക് പെരക്കകത്ത് വെള്ളം കയറുമ്പോഴേ അവരെ എല്ലാവരും ആയിട്ട് കൊണ്ടുപോകും. ഈ കാണുന്ന റോഡൊന്ന് ഉയർത്തിയാൽ ഒരു പരിധിവരെ പ്രശ്നത്തിന് പരിഹാരമാകും. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പണി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. പ്രായം ചെന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ്. ഈ റോഡ് ഉണ്ടായിട്ട് 25 വർഷക്കാലമായിട്ടുണ്ട്. 1 മീറ്ററെങ്കിലും ഈ റോഡ് പൊങ്ങാതെ ഒരു മനുഷ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും പറ്റത്തില്ല. ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ മണലേപ്പള്ളി ചെല്ലണം. വള്ളത്തെ കയറ്റി വലിച്ചുകൊണ്ടുമ്പോൾ ഞാൻ ചത്തുപോകും. അതുപോലൊരവസ്ഥയാണ്. ആർപ്പുക്കര പഞ്ചായത്തിന്റെ 14-ാം വാർഡിലാണ് ദുരിതം കൂടുതൽ. 250-ലധികം വീടുകൾ ഈ പ്രദേശത്തുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാലവർഷം ശക്തമാകുന്നതോടെ കൂടുതൽ ബുദ്ധിമുട്ടിലാകും ഇവരുടെ ജീവിതം. 24 കോട്ടയം. ഗസയിൽ വെടിനിർത്തൽ നിർദ്ദേശവുമായി ഇസ്രയേൽ. വെടിനിർത്തലിനും ബന്ദികളുടെ മോചനത്തിനും ഇസ്രയേൽ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി US പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. 3 ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കരാറിന്റെ കരട് ഖത്തർ വഴി ഹമാസിന് ഇസ്രയേൽ കൈമാറി. അവസരം നഷ്ടപ്പെടുത്തരുത് എന്ന് ബൈഡൻ ഇസ്രായേലിനോടും ഹമാസിനോടും ആവശ്യപ്പെട്ടു. ആദ്യഘട്ടം 6 ആഴ്ച നീണ്ടു നിൽക്കും. ഗസയിലെ ജനവാസ മേഖലയിൽ നിന്ന് ഇസ്രയേൽ പ്രതിരോധ സേന പിന്മാറും. പകരം ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണം തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ. വിവാദാരോപണത്തിന് പിന്നാലെ നൽകിയ വിശദീകരണത്തിലും കേരളത്തിൽ മൃഗബലി നടത്തിയെന്ന് ആവർത്തിച്ച് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. രാജരാജേശ്വര ക്ഷേത്രത്തിൽ നടത്തിയെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമാണ് DK ശിവകുമാറിന്റെ വിശദീകരണം. ക്ഷേത്രത്തിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ ശത്രു സംഹാര യാഗവും മൃഗബലിയും ഉണ്ടായിട്ടുണ്ടെന്ന് DK ശിവകുമാർ പറഞ്ഞു. എന്നാൽ ആരാണ് ഇതിന് പിന്നിൽ എന്നതോ മൃഗബലി നടന്നുവെന്ന് തെളിയിക്കുന്ന മറ്റു തെളിവുകളോ DK ശിവകുമാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ആരോപണം സംബന്ധിച്ച് വിശദീകരിക്കാൻ DK ശിവകുമാർ എന്ന മാധ്യമങ്ങളെ കാണും. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ പ്രജ്വൽ രേവണ്ണയെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യും. പ്രജ്വൽ നശിപ്പിച്ചുവെന്ന് കരുതുന്ന പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ വീണ്ടെടുക്കാനുള്ള സാധ്യത SIT
പരിശോധിക്കും. കേസിലെ നിർണായക തെളിവായ പ്രജ്വലിന്റെ മൊബൈൽ ഫോൺ കണ്ടെത്താനാകാത്തത് അന്വേഷണത്തിന് തിരിച്ചടിയാണ്. 6 ദിവസത്തെ കസ്റ്റഡി കാലാവധിക്കുള്ളിൽ പ്രജ്വലിൽ നിന്നും പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ലൈംഗിക പീഡനം നടന്ന ഹാസനിലെ പ്രജ്വലിന്റെ വീട്ടിലും ഓഫീസിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നാണ് സൂചന. അതേസമയം അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രജ്വലിന്റെ മാതാവ് ഭവാനി രേവണ്ണ ചോദ്യം ചെയ്യലിനായി ഇന്ന് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായേക്കില്ല. കേസിൽ ഭവാനി രേവണ്ണയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ഹാജരായില്ലെങ്കിൽ അറസ്റ്റിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സിനിമാ സ്റ്റൈലിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി പൊതുനിരത്തിൽ കാർ ഓടിച്ച TS സജു എന്ന യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ ഇന്ന് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൈമാറും. കാറിലെ സ്വിമ്മിംഗ് പൂൾ വാർത്ത നിരീക്ഷിച്ച ഹൈക്കോടതി ഡിവിഷൻ ഇത്തരം യൂട്യൂബർമാർക്കെതിരെ കർശന നടപടി വേണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. യൂട്യൂബർക്കെതിരെ MVDയുടെ നിലവിലെ നടപടികളിൽ അതൃപ്തി രേഖപ്പെടുത്തിയ ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പിനോട് ഇന്നലെ കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു. ഗതാഗത വകുപ്പിനെയും മാധ്യമങ്ങളെയും പരിഹസിച്ച യൂട്യൂബർ പുതിയ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് പിന്നാലെയാണ് കോടതിയുടെ ഇടപെടൽ. ഹരിപ്പാട് പേവിഷബാധയേറ്റ് 8 വയസ്സുകാരൻ ദേവനാരായണൻ മരിച്ച സംഭവത്തിൽ ഡോക്ടേഴ്സിനെതിരെ പരാതി കൊടുക്കാൻ ഒരുങ്ങി കുടുംബം. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടേഴ്സിനെതിരെയാണ് പരാതി. നായ ആക്രമിച്ചുവെന്ന് പറഞ്ഞിട്ടും കുത്തിവെപ്പെടുത്തില്ല എന്നും വേണ്ട ചികിത്സയോ പരിശോധനകളോ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാക്കിയിട്ടില്ല എന്നുമാണ് ആരോപണം. കഴിഞ്ഞ ഏപ്രിൽ 21-നാണ് കുട്ടിയെ തെരുവുനായ ആക്രമിച്ചത്. പേവിഷബാധ മൂർച്ഛിച്ച് കുട്ടി വ്യാഴാഴ്ചയാണ് മരിച്ചത്. എന്നാൽ കുടുംബത്തിന്റെ ആരോപണം ആശുപത്രി നിഷേധിച്ചു. 4 വയസ്സുകാരിയുടെ കൈവിരലിലെ ശസ്ത്രക്രിയയ്ക്ക് പകരം നാവൽ ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേരും. അന്വേഷണ ഉദ്യോഗസ്ഥനായ മെഡിക്കൽ കോളേജ് ACPയുടെ ആവശ്യപ്രകാരമാണ് ബോർഡ് രൂപീകരിച്ചത്. സംഭവത്തിൽ നേരത്തെ മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം കേസെടുത്ത പോലീസ് കുട്ടിയുടെ ചികിത്സാരേഖകൾ, ഡ്യൂട്ടി രജിസ്റ്റർ, ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ മൊഴിയുടെ വിശദാംശങ്ങൾ എന്നിവ പരിശോധിച്ചിരുന്നു. മെഡിക്കൽ ബോർഡിന്റെ കൂടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ. ബാർക്കോഴ ആരോപണത്തിൽ സമരം വ്യാപിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് ജൂൺ 11 നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും മാർച്ച്. വിഷയത്തിൽ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 14 കളക്ടറേറ്റുകളിലേക്കും മാർച്ച് സംഘടിപ്പിക്കും. ആരോപണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് UDFന്റെ ആവശ്യം. സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് മുന്നണിയുടെ തീരുമാനം. കോഴിക്കോട് ചേവായൂരിൽ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ച 2 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇന്നലെ വൈകിട്ടാണ് നടുവണ്ണൂർ കൂട്ടാലിര സ്വദേശി റനീഷും കിനാലൂർ സ്വദേശി അശോകനും ശ്വാസം മുട്ടി കുഴഞ്ഞു വീണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹങ്ങൾ. അതേസമയം സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ചേവായൂർ പോലീസ് അന്വേഷണം തുടങ്ങി. കാക്കനാട് സെന്റ് ഫ്രാൻസിസ് പള്ളിയുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലെ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു. മാർപ്പാപ്പ നിർദ്ദേശിക്കുന്ന രീതിയിലെ കർമാനുഷ്ഠാനങ്ങൾ ചെയ്യുകയേ ഉള്ളൂ എന്ന വികാരിയുടെ നിലപാട് രേഖപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് മുൻ ഉത്തരവെന്ന് വ്യക്തമാക്കിയാണ് കോടതിയുടെ നടപടി. കുർബാന ഉൾപ്പെടെയുള്ള മറ്റ് വിഷയങ്ങൾ ബന്ധപ്പെട്ട കോടതിയാണ് പരിഗണിക്കേണ്ടത് എന്നും മുൻ ഉത്തരവിൽ പറഞ്ഞിരുന്നതായും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. സ്കൂളിലേക്ക് സ്കൂളുകളിൽ ഫോൺ കണക്ഷൻ നിർബന്ധമാക്കിയതോടെ സ്കൂളിലെ ഇന്റർനെറ്റ് ബന്ധം നിലച്ചു. BSNL കണക്ഷൻ ഉപേക്ഷിച്ചാണ് സർക്കാർ നിർദ്ദേശപ്രകാരം ഫോണിലേക്ക് മാറിയത്. അധ്യയനത്തിനും ഓഫീസ് ആവശ്യങ്ങൾക്കും ഇന്റർനെറ്റ് നിർബന്ധമാണ്. സ്കൂൾ തുറക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ ഇനിയും പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടില്ല. നിലവിലുണ്ടായിരുന്ന BSNL കണക്ഷൻ ഉപേക്ഷിച്ചാണ് സ്കൂളുകൾ ഫോണിലേക്ക് മാറിയത്. സർക്കാരിന്റെ നിർദ്ദേശമായിരുന്നു ഇതിന് പിന്നിൽ. നിലവിലുള്ള BSNL കണക്ഷൻ തുടരുകയാണെങ്കിൽ ഇതിന്റെ ചെലവ് സ്കൂളുകൾ വഹിക്കണമെന്നായിരുന്നു നിർദ്ദേശം. ഇതോടെ ഇന്റർനെറ്റ് കണക്ഷന് സ്കൂളുകൾ ഫോൺ മാത്രമാക്കി. ആദ്യം 3 മാസങ്ങളിൽ കൃത്യമായി പ്രവർത്തിച്ചിരുന്ന ഫോൺ പിന്നീട് പണിമുടക്കി. ഇതോടെ സ്കൂളുകളിലെ ഇന്റർനെറ്റ് അധിഷ്ഠിത പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലായി. കമ്പ്യൂട്ടർ പഠനം പ്രൈമറി തലം മുതൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായതിനാൽ നെറ്റ് സംവിധാനമില്ലാതെ സ്കൂളുകളിൽ കുട്ടികൾക്ക് IT ക്ലാസുകൾ എടുക്കാൻ കഴിയില്ല. കുട്ടികളുടെ അഡ്മിഷൻ, വിവിധ സ്കോളർഷിപ്പുകൾ, ഉച്ചഭക്ഷണം തുടങ്ങി നിരവധി കാര്യങ്ങൾ ഓൺലൈനിലൂടെയാണ് നിർവഹിക്കുന്നത്. സ്കൂളുകളിൽ ഇപ്പോൾ നെറ്റ് സൗകര്യമില്ല. നമ്മുടെ BSNLന്റെ നെറ്റ് സർവീസ് കട്ട് ചെയ്തെങ്കിലും അതിന് പകരമായി ഫോൺ വന്നെങ്കിലും അതിപ്പോൾ മിക്കവാറും സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ TC കൊടുക്കാനും അഡ്മിഷൻ നടത്താനും സമ്പൂർണ്ണയുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ അവതാളത്തിൽ കിടക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. 6-ാം പ്രവൃത്തി ദിവസത്തെ വിവരങ്ങൾ നൽകേണ്ടതും സ്റ്റാഫ് ഫിക്സേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതും ബന്ധപ്പെട്ട സൈറ്റുകളിലൂടെയാണ്.
ഒരു പ്രൈമറി സ്കൂളിൽ പോലും വിവരങ്ങൾ നൽകാനും പരിശോധിക്കാനുമായി ഒരു ദിവസം ശരാശരി 20 സൈറ്റുകളെങ്കിലും തുറക്കേണ്ടതായിട്ടുണ്ട്. നെറ്റ് സൗകര്യം നിലച്ചതോടെ ഇക്കാര്യങ്ങളെല്ലാം താളം തെറ്റി. പരാതികൾ ഉയർന്നെങ്കിലും സ്കൂൾ തുറക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കുമ്പോഴും ഇതിന് പരിഹാരമായിട്ടില്ല. 24 തിരുവനന്തപുരം. ഇതോടെ പ്രഭാത വാർത്തകൾ പൂർണ്ണമാകുന്നു.